ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ എതിരല്ല എന്ന് പറയുകയാണ് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിൽ നിയമ തടസ്സമില്ല. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും സാംസ്കാരിക വകുപ്പിന് യാതൊരു പങ്കുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. SPIO പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് പറയേണ്ട കാര്യമില്ല, പക്ഷേ ഞാൻ പറയുന്നു, ഇപ്പോൾ അവരത് പുറത്തുവിടും, അവർ വിടണം. കാരണം എൻ്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ പുറത്തുവിടേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തിവരെ കഴിയുമോ? ഗവൺമെൻറ് കഴിയുമോ? അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് വെപ്രാളം പിടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇത് പറയുന്ന സമയത്ത് അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ കാര്യം ചെയ്യുന്നത്, അവരാണ് പറയേണ്ടത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് ആ റോളുമില്ല, വകുപ്പിന് ആ റോളുമില്ല. വിവരാവകാശ കമ്മീഷൻ വിധിച്ചു, അതിനുശേഷം ഹൈക്കോടതി വിധിച്ചു, നടപ്പാക്കേണ്ട SPIO നടപ്പാക്കണം എന്നുള്ള സ്റ്റാൻഡാണ് ആ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത്, ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. സലിം മാലിക്കാണ് ഒരു വിളിച്ചത്. സലിം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കമ്മ്യൂണിക്കേഷനും സാംസ്കാരിക വകുപ്പുമായാണ്. മാധ്യമപ്രവർത്തകരോട് റിപ്പോർട്ട് കൈപ്പറ്റാൻ എത്തൂ എന്നാവശ്യപ്പെടുന്ന സാംസ്കാരിക വകുപ്പാണ്. ഏറ്റവും ഒടുവിൽ ഒരു ഹർജി, അതിൽ സ്റ്റേ പോലുമില്ലാത്ത പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രി സാങ്കേതികത ഇപ്പോൾ പറയുന്നത്? ഹാഷ്മി, പ്രധാനമായും മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയ പ്രതികരണം തന്നെ വിചിത്രമാണ്. കാരണം മന്ത്രി പറയുന്നത് ഇതിൽ സർക്കാരിനൊരു ബന്ധവുമില്ല, സാംസ്കാരിക വകുപ്പിനൊരു ബന്ധവുമില്ല, അത് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചെയ്തുകൊള്ളും എന്നാണ് പറയുന്നത്. മാത്രമല്ല, എന്തിനാണ് ഇത്ര ധൃതി എന്നും ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും 19-ാം തീയതി, അതായത് തിങ്കളാഴ്ച വരെ മാത്രമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധി എന്നുകൂടിയുണ്ട്. മാത്രമല്ല, ഇന്ന് ഹർജി ഇത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തെറ്റില്ല, തടസ്സമില്ല എന്നൊരു നിയമോപദേശം സർക്കാരിന് ലഭിച്ചതുമാണ്. എന്നിട്ടും എന്തുകൊണ്ടത് പുറത്തുവിടുന്നില്ല എന്ന് ചോദിച്ചാൽ സർക്കാരിന് ഏറ്റവും പ്രധാനമായി അതിൽ ആ റിപ്പോർട്ട് പുറത്താകുന്നതിൽ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ആ വിഷയമാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ തന്നെ വിശദീകരണമായി ചോദിക്കുകയും ചെയ്തത്. എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് നൽകും എന്ന് അറിയിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് വിവരാവകാശ കമ്മീഷണർ ചോദിച്ചത്. അതിനുറപ്പായും സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ജോലി എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാമെങ്കിലും ഉറപ്പായും അതിൻ്റെ മറുപടി വിവരാവകാശ കമ്മീഷണർക്ക് മുൻപിലെങ്കിലും സർക്കാർ നൽകേണ്ടി വരും. മാത്രമല്ല, ഇത് ഓരോ ഘട്ടത്തിലും ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഇടപെടൽ കോടതിയുടേതായിരുന്നു ജൂലൈ 24-ന് മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ട് കൈപ്പറ്റാനായി എത്തിയതുമാണ്. അതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കോടതി ആ വിഷയത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് ഉറപ്പായും ഇന്നലെ ഇങ്ങനെ ഒരു ഹർജിയുമായി നടി രഞ്ജിനി കോടതിയിലേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് മാറ്റിവെക്കുമോ എന്നൊരു ചോദ്യവും ഉയർത്തിയതാണ്. അപ്പോഴൊക്കെ ഒരു തടസ്സവുമില്ല, എന്തായാലും ഇന്ന് പുറത്തുവിടും എന്നൊരു അറിയിപ്പും ലഭിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞത്. സ്വാഭാവികമായും ഈ തിങ്കളാഴ്ച ഈ കേസ് ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ഹർജി പരിഗണിച്ചാൽ ഈ ഹൈക്കോടതി നേരത്തെ സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവിനോട് ചോദിച്ച ചോദ്യം, താങ്കൾക്ക് ഈ റിപ്പോർട്ടുമായി എന്താണ് ബന്ധം, താങ്കളുടെ ഏത് സ്വകാര്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലംഘിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ സ്വാഭാവികമായും നടി രഞ്ജിനിയോട് ആ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. കാരണം നടി രഞ്ജിനി ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയതുമാണ്. നടിയുടെ ആവശ്യം തന്നെ റിപ്പോർട്ട് ആദ്യം തങ്ങൾ ഈ മൊഴി നൽകിയവർ വായിക്കട്ടെ, അതിനുശേഷം അതിൽ ഏതെങ്കിലും തരത്തിൽ സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം റിപ്പോർട്ട് പുറത്തുവിടാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ വീണ്ടും സാവകാശം നൽകിയാൽ അത് വീണ്ടും ഈ റിപ്പോർട്ട് വെളിച്ചം കാണാൻ 5 വർഷമായി ഇരിക്കുന്ന ആ റിപ്പോർട്ട് വീണ്ടും വെളിച്ചം കാണാൻ വൈകും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സലീം മാലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് വൈകി, വർഷങ്ങളാവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അത് പുറത്തു വരും എന്നൊരു സൂചന കിട്ടുന്ന സമയത്ത് തന്നെ അതിന് ഇടപെടൽ ഉണ്ടാവുകയും തടയപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരാൻ ഇത്രമാത്രം കാലതാമസം, ആരുടെ ഇടപെടൽ എന്ന ചോദ്യം ഉണ്ടായാൽ അത് സ്വാഭാവികമാണ്.